ഹലോ ഫ്രണ്ട്സ്, ഡേ 2 എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളിതാ ഉറങ്ങി നീച്ച് ഇതായിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഫ്രഷ് ആവണം, എന്നിട്ട് വേണം നമ്മുടെ അടുത്ത ട്രിപ്പിൻ്റെ പ്ലാന്. നമ്മൾ കോൺവാളാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു 2-3 ലൊക്കേഷൻസാണ് മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ സമയത്തിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ലൊക്കേഷൻസ് കൂടി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും പോകുന്ന വഴിയിലെ കാഴ്ചകളും കാര്യങ്ങളായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കാഴ്ച അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. എല്ലാവരും ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരായി വരുന്നുണ്ട്. വന്നു, അനന്തും അതാ പോണു. ഓരോരുത്തരായിട്ട് വന്നു. പിന്നെതാ നമ്മുടെ അപർണ, സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. സ്റ്റാർ അങ്കിത്താണ്. പുതിയ എന്തോ മറ്റേ തോപ്പയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഫറ തോന്നുന്നു. എന്ത് ഫറാടാ? ഫറു എന്ത് ഫറ പ്രേക്ഷകർ കേൾക്കണ്ട. അങ്ങനെ നിന്റെ ആ സീക്രട്ട് എന്താണ് പറ, എല്ലാരും അറിയട്ടെ. അടിപൊളിയാണ് എല്ലാരും പറഞ്ഞത്. ആരാ പറഞ്ഞു അങ്ങനെ ആരാ പറഞ്ഞത്? പക്ഷെ ഇറക്കം ഭയങ്കര കുറവല്ലേ. ബിസി മേനാണ് കോള വന്നു. ഇതാണ് ഹൈഫ. ഹൈഫയ്ക്ക് ഇന്ന് പൂക്കിഷു ആണ്. പൂക്കിഷു എല്ലാരും ഏകദേശം പോവാൻ ആ വണ്ടിയിൽ എടുക്കണം കേട്ടോ. വേറെ വണ്ടിയാണ്, അതിൽ കയറണ്ട. അനന്തു ഇതാണ് ബർത്ത്ഡേക്കാരൻ. അനന്തു ജയകുമാർ. വൈഫ് ഹരിപ്രിയ എവിടെ? കണ്ടില്ലല്ലോ. ഇതാ നമ്മുടെ ആ വെട്ടിയെ കാണാൻ വണ്ടി കൊണ്ടുവച്ചാ. അടുത്ത വെട്ടി ഞാൻ എടുത്തിട്ട് വരാം. ഇത് അനന്തുവിന്റെ സ്വന്തം വണ്ടി. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാറ്. ടോൺടണിൽ നിന്നും അനന്തുവിന്റെ ടൊയോട്ടയും പിന്നെ നമ്മുടെ വോൾസ്വാഗനും. എന്തൊന്നും അറിയാണ്ട് ഹൈഫ ഏത് വണ്ടിയിൽ കയറണം എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക അല്ലേ? ശരി, ഞാൻ പറഞ്ഞ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണം. ഡാ മതി ഡാ അങ്കിത്ത, വണ്ടി കയറി പോ. പ്ലാൻ ചെയ്ത പോലെ എല്ലാവരും എത്തുന്നു പ്രതീക്ഷയില്ല. മഴ പെയ്തു തുടങ്ങി. അതാ അനന്തു റെഡി അല്ലടാ. ഗായ്സ്, നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഞങ്ങളിതാ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം മാടൻ. പിന്നെ ഫ്രണ്ടിൽ അനസുരൊക്കെ ഉണ്ട്. അതിനെ പിന്നീട് കാണിച്ചു തരാം. ആദ്യം ഞാൻ സെൽഫ് ഇതാക്കട്ടെ. ഏകദേശം 2.5 മണിക്കൂറുണ്ട് ഞങ്ങളുടെ ടാർഗറ്റ് ലൊക്കേഷനിൽ എത്താനായിട്ട്. പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് അങ്ങനെ പോവാം. നമ്മള് ഒരു യുകെന്റെ വേറൊരു എന്തിനോട്ട് സ്ഥലപ്പേര് ബോസ് ഹാർബർ. നല്ല തണുപ്പായി. എനിക്കും കമ്പുണ്ട്. രണ്ടിനും ചാട നല്ല രസം ഉണ്ടാവും. ഞാൻ കണ്ടോണ്ട് അത് പഠിക്കണ്ട. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. വിസിറ്റിംഗ് വിസ ഉണ്ടെന്ന ലൈസൻസ് അല്ലേ? ഞാൻ ഇപ്പൊ ഉള്ള വിസിറ്റിംഗ് അല്ലേ ഉണ്ടെന്നത്. ഓവർടേക്ക് ചെയ്യ്. പോട്ടെ. ഇവനെന്തെങ്ങനെ ഇതിപ്പോ എന്തൊക്കെയാ നടക്കുന്നത്? ഞാൻ വണ്ടി എല്ലാം ഒറ്റ ചവിട്ട് കൊടുക്കാൻ കയറുക. ആ വണ്ടി എന്റെ സ്പെക്ടൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഇട്ടോക്കട്ടെ. അങ്ങനെയല്ല, ഇത് എനിക്ക് തോന്നുന്നത് യൂണിസെക്സ് ആണ്. യൂണിസെക്സ് അല്ല. അതെ പാട്ട് കേട്ട് പാട്ട് കേട്ടോ. ഏത് പാട്ടോ നടത്തില്ല. KGF ടാ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ പാട്ടിടാണ്ടിരുന്നേക്കുന്നത്. പുള്ളി വേറൊരു ശോകം. പുള്ളിയെ കൊണ്ട് ഒന്നും പറ്റത്തില്ലെന്ന് പുള്ളി തെളിച്ചോണ്ടിരിക്കുക. മോഡിഫിക്കേഷൻ ആണ് നമുക്ക് മനസ്സിലായില്ല. എടാ എന്റെ ഫ്രണ്ടിലത്തെ 2 ടയറിന്റെ മേലെയുണ്ട് ആ സാധനം. എനിക്ക് തോന്നുന്നു പുള്ളി അലുമിനിയം ഫാബ്രിക്കേഷനെ പഠിക്കാനായിരിക്കും. പുള്ളിയുടെ തന്നെ ഇത് അനസിന് കോൾ അടിച്ചു. എക്സ്ട്രാ കാശില്ലാണ്ട് മോഡിഫിക്കേഷൻ കിട്ടി. പുറത്ത് പോയി വണ്ടി ടീ പാറും. ഐഫോണെ കാണാൻ പ്രത്യേക ഭംഗിയല്ലേ? എനിക്ക് ബർത്ത്ഡേക്ക് ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സാണ്. അത് ഓണന്റെ അടിച്ചു മാറ്റിയിരിക്കുക. എന്താ കഥ? നല്ല ഉറങ്ങാത്തോണ്ട് നല്ല ഉറക്കക്ഷീണുണ്ട്. ഫുള്ള് ഉറങ്ങിക്കുന്നു. നല്ല ചില്ലായിരിക്കണ്ട. ഞാൻ ഉറങ്ങായിരുന്നു. ഉറങ്ങുമ്പോ എന്നെ
അനസ് എന്നെ ബെഡിൽ നിന്ന് ചവിട്ടി പുറത്തേക്ക് ഇട്ട്. എന്നിട്ട് ഞാൻ നിലത്ത് കിടക്കേണ്ടി വന്നു. എന്നിട്ട് സത്യസന്ധമായ രീതിയിലാണ് ഞാൻ പറയണത്. ഇവര് പിന്നെ സുഖം ലേഡീസ് എല്ലാവരും കൂടെ റൂമിൽ പോയി കിടന്നുകൊണ്ട് നല്ല എന്ത് പറഞ്ഞ സ്വപ്നം കാണാണ് നിന്ന് പോയത് കല്ലെല്ലാം കഴിക്കാൻ നിന്നെ കാണാ വട്ടിയാക്കാം പെണ്ണെ. വേണ്ട വേണ്ട ഉറപ്പല്ലേ? ആ വീണ്ടും വീണ്ടും കെട്ടാണ്. എന്തിപ്പോ കഥ? ആ ചോദിക്കണോ? നീ കെട്ടിക്കോ. മാടാ ഇന്നലെ നീ മറ്റേ അലനെ എങ്ങനെ സഹിച്ചത്? എടാ ഭയങ്കര പ്രശ്നമുണ്ട്. അവന് ഒരുമാതിരി ഉറങ്ങുന്ന പാട്ട്. ഞാൻ ഉറങ്ങിയ വണ്ടി പിടിച്ചേ ഇവിടെ വരെ. ഉറങ്ങുന്ന പാട്ട്. ഒയ്യോ പാട്ട് കേട്ട് പാട്ട് ഞാൻ ഉറങ്ങി. അവനോ എടാ നമ്മള് വണ്ടി കാണുന്നുണ്ട്. പക്ഷെ ഇവൻ അയ്യോ ചവിട്ടി 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 എന്ന് പറഞ്ഞു. ഇന്നൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ഇവന്റെ പറച്ചില്ല എടാ ഞാൻ വണ്ടി കണ്ടു. ഞാൻ ഒരു കോളം ഇവന് വണ്ടി ഓടിക്കും. ഞാൻ ഇന്നലെ ഓടിക്കുന്ന ഇവൻ വഴി കൂടെ ഓടിക്കുന്നല്ലേ പറയുന്നത്. ഇവൻ നമ്മള് വണ്ടി ഓടിക്കുന്നില്ല. അവൻ ലൈസൻസ് പോയില്ല. അവൻ പേടിപ്പിച്ച് സമയം കളഞ്ഞു. 1 മണിക്കൂറാ താമസിപ്പിച്ചേ. വീടെടുക്കല്ലേ? അങ്ങനെയല്ല സീമ, ഭയങ്കര ക്ഷീണം. നീ ആലോചിച്ച് നോക്ക. ഞാൻ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെയല്ല പറയാ. നല്ല ക്ഷീണമുണ്ട്. ഉറക്കം വരുന്നില്ലേ? കണ്ണടയ്ക്കുന്നുള്ളൂ. അത് ഓഫായിക്കോ? ട്രിപ്പിന് വന്നിട്ട് റെസ്റ്റ് എടുക്കള്. റെസ്റ്റ് അല്ലേ? റെസ്റ്റാണ്. നല്ല റെസ്റ്റാണ്. അതെ, അങ്ങനെ ആലോചിച്ച് നോക്കായിരുന്നല്ലോ സ്വപ്നത്തില്. അനസ് ഉറങ്ങണോ? നോക്കട്ടെ. ഉറങ്ങിവിട്ടാണ്. മര്യാദക്ക് ലൈൻ നോക്കണ. ലൈനില്ല. ആ ലൈനല്ല, റോഡിന്റെ ലൈൻ ഉദ്ദേശിച്ചു. അല്ല പാട്ട് വയ്ക്ക. ചെറുതായിട്ടൊന്ന് ഉറങ്ങിയാലാണ് അവിടെ എത്തുമ്പോ നമ്മൾ ആക്റ്റീവ് ആവും. മനസ്സിലായില്ല? ആവണം. അവിടെ പോയി നമ്മൾ നോക്കട്ടെ. ഉറങ്ങാൻ വിടില്ല. ചെറുതായിട്ടൊരു ആക്റ്റീവായ പോലെയാണ്. സൂര്യനൊക്കെ വന്നിട്ടുണ്ട്. മഴ പെയ്തപ്പോ ഒക്കെ കൊള്ളാൻ വിചാരിച്ചു. അതുപോലെ സൂര്യനൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ചൊരു രസം ഉണ്ടാവും. വീഡിയോസ് ഒക്കെ നല്ലപോലെ എടുക്കാൻ പറ്റും. ചെറുതായിട്ടൊന്ന് മയങ്ങിയോ? ഇത് മയങ്ങില്ല. വൈ തിളങ്ങണ്ടല്ലോ. പുതിയൊരു ഷെയ്ഡ്സ് കിട്ടിയിട്ട് നോക്കിയോട്ടെ. ഗായ്സ്, അപ്പോൾ നമ്മളിതാ ഏകദേശം എത്താനായി. ഏകദേശം ഒരു അരമണിക്കൂർ കൂടി ഉണ്ട് ഇവിടെ എത്താൻ. ഡ്രൈവറാണെങ്കിൽ നമ്മളെ ശരിക്കും പറഞ്ഞാൽ റോളർ കോസ്റ്ററിൻ്റെ ഫീലാണ്. 4 ലൈൻ ഈ ലൈനിക്ക് പറയുന്നു, ഈ ലൈൻ 4 ലൈനിക്ക് പറയുന്നു. ചെറുതായിട്ടൊന്ന് ഉറങ്ങിയതിനിടയിൽ കൂടെ. അതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് അവിടെ പോയിട്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം. റോഡിൽ എന്താ വെച്ചാൽ ഇവിടെ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളായതുകൊണ്ട് മൊത്തം ആ ഒരു വ്യൂ തന്നെ ഉള്ളത്. ബാക്കിയുള്ള വ്യൂസ് കുറവാണ്. അവിടെ എത്തിയിട്ട് മറ്റേ നല്ല വ്യൂസ് ഉണ്ടാവും. അതിലോട്ട് പോവാം. കടലും പുഴയും ചേരുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. മറ്റേ തോടും ഐക്കോണിക് വ്യൂ ഓഫ് ബോസ് കാസിൽ. ആടാ ഉറക്കം കഴിഞ്ഞില്ലേ? കൊറേ നേരമല്ലേ റോഡ് കാണിക്കുന്നത്. പക്ഷെ നമ്മുടെ മുഖം കാണിക്കണ്ടേ? അനസ് ഫുള്ള് ഇന്നത്തെ പ്ലേലിസ്റ്റ് മൊത്തം അനസിന്റെ ആണ്. അല്ലനാണെങ്കിൽ പ്ലേലിസ്റ്റ് ഇടാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കിയിട്ട് പോയി. ക്ലിയർ ഇല്ല പറഞ്ഞ ഞാൻ നിന്റെ വണ്ടിയില് ഉള്ളില് ലൈറ്റിംഗ് ഇല്ല. നിന്റെ ലൈറ്റിംഗ് വേണ്ട വണ്ടിയിൽ. ആളുകള് കാണാത്ത ആളുകളെല്ലാരും കൂടെ താഴത്തേക്ക് ചുരം കയറിയില്ല. വേണ്ട ഇങ്ങോട്ട് പോകണം. പക്ഷെ അങ്ങോട്ട് വണ്ടി പോവില്ല. വണ്ടി ആക്സസ് ഇല്ല. നല്ല ജാക്കറ്റിലുണ്ട്. അവിടെ വന്ന് 530 എന്ന് പറഞ്ഞാൽ 30% ഓഫർ കിട്ടും. അതൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ഇവിടെ ലോക്കൽ. ഗായ്സ്, നമ്മളങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിക്കാണ്. ബോക്കാസ്റ്റിൽ ഹാർബർ. അപ്പോൾ അങ്ങോട്ട് പോകണം. കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് ഒരു വ്യൂ ആണ്. ഹൈപ്പതാ കാണാൻ വേണ്ടി ഓടി വന്നിട്ടാണ്. വെള്ളത്തിൻ്റെ ആ ഒരു ഇത്.
ഇന്ന് സീനു ആണ് നമ്മുടെ എന്താണ് കഥാപാത്രം, ഗൈഡ്, ട്രാവൽ ഗൈഡ്. എന്നെങ്ങനെ കൊണ്ടാന്നാ പറഞ്ഞിരിക്കണത്. നോക്കട്ടെ, വഴി തെറ്റിപ്പോയാൽ സീനുവിനെ തന്നെ പറയണം. വെള്ളം നോക്കട്ടെ, നല്ല ഫ്ലോ ഉണ്ട്. നിൽക്ക് മെല്ലെ 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 നോക്കട്ടെ. അങ്ങോട്ട് ഇറങ്ങണത് റിസ്ക് ആണ് കേട്ടോ. അടുത്ത് വന്നിട്ട് ഇപ്പൊ തന്നെ കയറണേ. എൻ്റെ കൈ തന്നിട്ട് ജസ്റ്റ് തൊട്ടാൽ മതി. ഇങ്ങോട്ട് കൈ പിടിക്കും മെല്ലെ. ബാക്ക് അങ്ങോട്ട് വന്നോ. കാലിലൊന്നും വെള്ളം നനയ്ക്കണ്ട. തണുപ്പുണ്ടോ? നല്ല തണുപ്പുണ്ട്. എങ്ങനെയുണ്ട്? രസമുണ്ടോ? നല്ല നോക്കാം, നല്ല തെളിഞ്ഞ വെള്ളം. എനിക്ക് തോന്നുന്നത് മലയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വരുന്ന വെള്ളമാണോ? ഇത് പിടിക്കുക ഒരു മിനിറ്റ്, ഞാൻ നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇങ്ങോട്ടൊന്ന് മുഖം കഴിഞ്ഞ് നോക്കിയല്ലോ. അടിപൊളി. അതാരാ? ചെറിയ കുട്ടി വെള്ളത്തിൽ കളിക്കാൻ പോകും. വെള്ളത്തിൽ ഒരു പ്രാവശ്യം മുഖമൊക്കെ കഴുകി. പക്ഷെ നല്ല രസമുണ്ട്, നല്ല തണുപ്പ്, ചില്ലായിട്ടുണ്ട്. അതാണ്ട് അവിടെ ഒരുത്തനെ അവിടെ തന്നെ വെള്ളത്തിൽ മുഖമൊക്കെ കഴുകി. ഉറപ്പൊക്കെ മതിയാ വോയിസ് കിട്ടുന്നതിൽ നല്ല രസത്തില്ലേ? ശരിക്കും നമ്മളൊക്കെ തോർത്തൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങേണ്ട അത്രയ്ക്ക് നടക്കൊന്നുമില്ല. വെള്ളത്തിൽ ഒരു പോക്കാം, നല്ല പോവാണ്. ഇതൊക്കെ ബാഗിൽ കെട്ടിട്ടൊക്കെ വരുന്നത്. ഇതെന്താ പല്ലേ? നമ്മുടെ നാട്ടിലത്തെ ഇതില്ലേ, പുഴയടുത്ത് പോയി പണ്ട് കാലങ്ങളില് പല്ലൊക്കെ ഇങ്ങനെ തേച്ച് സെറ്റപ്പ്. ഇവിടെ പണ്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. ഒരു മറ്റേ സീരീസ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. എന്താ സീരീസിന്റെ പേര്? ആനമയിലൊട്ടകം എന്ന സീരീസിലൊക്കെ അഭിനയിച്ചൊരു വ്യക്തിയാണ് ഇത് അവിടെ ഉള്ളതുണ്ട്. അനന്തു എം അനിൽ ഇറങ്ങിയിട്ടുണ്ട്. വലിയ വ്യൂ കാണാൻ പോകുന്നത്. പോവാ. പക്ഷെ എന്താ വെച്ചാലേ അവന്മാരെത്തിയില്ല. അവർ ഇനിയൊരു ഏകദേശം 20 മിനിറ്റ് കൂടി ഉണ്ട് പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ നമുക്ക് എന്താ വെച്ചാൽ അധിക നേരം നിന്നതിനാലേ നമുക്ക് സ്പോട്ടുകളൊക്കെ മിസ്സാവും. ലൈറ്റിങ് ഇപ്പൊ തന്നെ പോയിട്ട് നോക്കാം. ആ സൈഡ് നല്ല വെയിലിന്റെ വെളിച്ചില്ല. ഇവിടെ ഈ ശരിക്കും കുറവാണ്. അതെന്താ ചന്ദ്രനെ വന്നിട്ട് അമ്മയൊക്കെ കേൾക്കട്ടെ യൂട്യൂബില്. എന്താണ് വിളിക്കണേ? വഴിയുണ്ട് തോന്നുന്നു. വീഡിയോ കണ്ടോ. അയ്യോ വഴിയല്ല, സംതിങ് എൽസ്. വണ്ടിയില് ഇരിക്കുന്ന സമയത്ത് ഇന്നെന്താ അറിയില്ല, ഇവിടെ വന്ന ആ വെള്ളത്തിലൊക്കെ ഭയങ്കര എനർജി, നല്ല രസമുണ്ട്. അതൊക്കെ താറാവും. തണുക്കണില്ലാവോ? തലയൊക്കെ ഉള്ളിക്കിട്ടിരിക്കുന്നു. അവിടെ അനക്ക് പറഞ്ഞ പോലെ എന്തും അവിടെ യോജിക്ക് പോവല്ലേ. ഇവിടെ കയ്യൊക്കെ മരുവിക്കണു. പിന്നെ യു കെ മലയാളം ടച്ച് നമ്മളൊക്കെ നിൽക്കുന്ന ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഏഷ്യക്കാരെല്ലാം വന്നിട്ട് പൈപ്പ് ഉണ്ട്. എന്നെ പിടിക്കുന്ന വല ഒന്നും ഓരോന്നും കാര്യങ്ങളൊക്കെ നല്ല തണുപ്പുണ്ടല്ലേ. കൈ ഇറക്കിണ്ടാവുമല്ലോ. ഡൈനസോറിന്റെ തല അതൊക്കെ എന്താ പറയാ. എടാ അനസ, ഇതല്ലേ വഴി? അനസ അപ്പുറത്തല്ലേ വഴി?
ഇതെന്താ അതല്ല Ouch. ഹോസ്റ്റലും ഉണ്ടല്ലോ. ഓ, രണ്ട് വെള്ളച്ചാട്ടം. ഇത് ഹാർബർ വില്ലേജ് ആൻഡ് വൈൽഡ് ലൈഫ്. പാലുണ്ടോ അവിടെ? നമുക്ക് വെറുതെ അങ്ങോട്ട് ഇതെടുക്ക്. ഇതാ കാക്ക. ഇവിടെ പോയി പാലുണ്ടോ ഇപ്പോഴൊന്നും ഇതൊരു നാഷണൽ ട്രസ്റ്റ് ആണ് കൊണ്ടുവന്നത്. കാക്കകളെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിരുന്നതാ. UK കാക്കകള്. ഫ്രാൻസ് കാക്ക അങ്ങനെയല്ലോ. അതാ പട്ടിക്കുട്ടി. അതൊന്നും എനിക്കറിയില്ല. ഹലോ, ഹായ്. ഞങ്ങൾ ഇവിടെ എത്തി. ദിസ് ഈസ് ബോസ് കാസ്റ്റിൽ ഇൻ കോൺവാൾ. ഇതെടുക്കും ഞാൻ ഇതെടുക്കും. ഇത് മാത്രമില്ല. ബൈ. ഏത് അവിടെ എന്താ വെച്ചാൽ കടലും ഇതും കൂടെ കൂടിച്ചേർന്ന് എന്നാ വാ. ഒരു ഇതാണ്. പോവാ. ഇത് ഇതെന്താ കായലാണ് കേനാലോ. അരുവി. പക്ഷെ ആ അരുവിയെ തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒഴുക്കുണ്ട്. ആ ഏരിയയില് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വെള്ളമാണ് ഇതൊക്കെ. നല്ല വ്യൂ. ഇങ്ങോട്ടൊക്കെ വെള്ളം അടിക്കേണ്ടി തോന്നുന്നുണ്ടോ? ഇവിടെ ഒരു ക്യാസ്റ്റ് ഉണ്ടാവും പണ്ടൊക്കെയൊക്കെ. ചെറിയ വെള്ളച്ചാട്ടം. അതറ ശരിക്കത്തെ വാട്ടർഫോൾ. അതേതാ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അവിടെ കണ്ടോ, അവിടെ നിന്ന് ഇങ്ങോട്ടും വെള്ളം, ഇവിടെ നിന്ന് അങ്ങോട്ടും വെള്ളം അടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് കടലിൻ്റെ ഇതിൻ്റെയും കൂടെ ഇതാ തോന്നുന്നു. നോക്കട്ടെ, അവിടെ പോയി നോക്കാം. നമ്മളൊന്നും എന്താ പറയുക, മുൻകൂട്ടി പ്രവചിക്കാൻ പാടില്ലല്ലോ. കണ്ടിട്ട് കാര്യങ്ങൾ പറയുമ്പോഴാണ് ആൾക്കാർക്ക് ട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. മറ്റേ നമ്മൾ വെറുതെ ഇല്ലാത്ത കഥ പറയാൻ പാടില്ലല്ലോ. ആഴം കുറവാണ്. എനിക്ക് തോന്നുന്നു അതിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് വരാൻ പറ്റുമെന്ന് വെള്ളത്തിലേക്കൊക്കെ. ആ ഉണ്ട്. അതന്നെ പറഞ്ഞു, ഇവിടെയാണ് ജോയിനിങ് നടക്കുന്നത്. നമുക്ക് ആ എൻഡിൽ പോയിക്കഴിഞ്ഞാൽ നല്ല വ്യൂസ് ഉണ്ടാവും. അത് നോക്കണം. ഈ അങ്ങോട്ട് അതേപോലെ ആൾക്കാർ പോകുന്നത് അവരിപ്പോ നമ്മളോട് വന്നവരാ. അതിലൂടെ പോയാൽ മതിയായിരുന്നു. അതിലൊക്കെ നടന്ന് അതിന്റെ മണ്ടേക്കല്ലാടാ. കുറച്ച് ബാക്കോട്ട് എടുക്കും. ഞാൻ കുറച്ച് എടുത്തരാം. ഇത് എന്തെങ്കിലുമൊക്കെ പറ. അല്ല സിനോ, UK വന്നിട്ട് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയ പറഞ്ഞ ഒരു വെറുത്തല്ലേ? അത്യാവശ്യം വെറുത്തല്ലേ? അത് പഴയ ബോട്ടൊക്കെ കയറ്റിട്ട് കൊണ്ട്. അതെ, അത് വളരെ ഉപകാരമാവും. എടാ സ്ലിപ്പ് ആവുക നോക്ക്. അറിയില്ല. നീ എന്താ ഈ തൊപ്പിയൊക്കെ ഇട്ടെടുക്കണേ? ഇതെന്താ? ബോട്ടിന്റെ അടുത്ത് എത്തി. അങ്ങനെ ട്രക്കിങ് നമ്മൾ ആ റൂട്ട് കയറിക്കണ അങ്ങോട്ട് കയറായിരുന്നു. നോക്കാം. ഇവിടെ ഇതെന്താ? ഓ, ബോട്ടിന്റെ തെക്കല്ലേ? അതാ അങ്ങനെ സിനു അവളുടെ ഐഫോണിന്റെ ഇത് എനിക്ക് കളഞ്ഞു. പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടിയത് പറ. അനസിനെ വിളിക്കാൻ പറ. ഞാൻ വീഡിയോ പോസ് ആക്കിയില്ലേ? ഞാൻ കണ്ടു. തെറ്റിക്കോട് രാമന്റെ കിട്ടിയ ചങ്ങല ഇവിടെ കൊണ്ടുവന്നു. ഈ ചങ്ങലയായിരുന്നു തെറ്റിക്കോട്
ശരി. എടി അങ്ങോട്ടാണോ നോക്കി കേറേ? അറിയില്ല മോനെ, നോക്കി നോക്കാം. ഇവിടെയാണ് വ്യൂ. മെല്ലെ പോട്ടോ, ഓടല്ലേ. അത് നോക്കാം. മെല്ലെ സിനോ. അതാണ്ട കടലിന്റെ ജോയിനിങ് വരുന്നത്. അങ്ങോട്ടൊന്നും പോലെട്ടോ, അത് സ്ലിപ്പാവും. നോക്കട്ടെ, നമുക്ക് സൺ കിസ് ഒരു ഇത് ലൈറ്റിങ് കുറവായിരിക്കും. എനിക്ക് കയറുന്ന റിസ്കടി. മെല്ലെ ഈ കുരങ്ങി പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു. മെല്ലെ പോ, എങ്ങോട്ടേ കയറി ചാടിക്കറി പോണ്. ഗായ്സ്, ഒരു വെറുത്തായ ഒരു വ്യൂ ആണ്. അത്യാവശ്യം നമുക്ക് എന്താ വെച്ചാൽ ലൈറ്റിംഗ് ടൈമിലൊക്കെ വരാൻ പറ്റിയൊരു ഏരിയ ആണ്. അനസ മേലേക്ക് വാ. ഇനി മേലെ പോണം, അവിടെയൊക്കെ ഫെൻസാണ്, അങ്ങോട്ട് കയറാൻ കഴിയില്ല. അപ്പുറത്തെ സൈഡില് പോയിനാ മലയാണ്. ഞങ്ങൾ ട്രക്കിങ്. അത് നോക്കാം, നമ്മുടെ ഒപ്പം വന്നവരാണ്. അത് നോക്കാം. അവർ അവിടെ എത്തി. എത്ര ദൂരമായി നോക്കാം. നമ്മൾ ഇവിടെയാണ്. ഓരങ്ങനെ കയറിയിട്ടില്ലേ, നേരെ ഈ എൻഡിലേക്കൊക്കെ ചിലപ്പോൾ വരും. ഇതിന്റെ അപ്പുറത്ത് പോയാൽ മൊത്തം കടലായിട്ട് ഇങ്ങനെ കാണാൻ കഴിയും. നോക്കാം അവിടെ. അത് ലൈറ്റ് ഹൗസ് ആണോ? ഇതൊക്കെ ലൈറ്റ് ഹൗസ് ആണ് തോന്നുന്നത്. ഇതിലല്ലേ കുളിപ്പിക്കണ്ട തന്നെ. ഗായ്സ്, ഞങ്ങളിതാ ബോർക്കാസിൻ്റെ ടോപ്പിൽ ഏകദേശം അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പുറത്താണ് കടലിൻ്റെ ആ ഒരു ഒഴുക്കും അതുപോലെ തന്നെ ഇവിടുന്ന് അരുവി ഇങ്ങനെ ചേർന്ന ഒരു പോയിന്റാണിത്. ചെറിയൊരു ട്രക്കിംഗ് ആണ്, ചെറുതായിട്ടൊന്ന് കയറാം. ഓക്കെ, ഒരുപാടൊന്നുമില്ല. അവിടെ എത്തിയിട്ടുണ്ട്. ഓൻ്റെ അടുത്തേക്ക് എവിടെ നോക്കട്ടെ, കാണിച്ചു കൊടുക്കട്ടെ. അതാ കാണിച്ചു കൊടുക്കും. ഫോൺ അടുത്തേക്ക് അല്ലെങ്കിൽ വോയിസ് കിട്ടില്ല. അത് അടുത്ത ടീം നോക്കണം. അവിടുന്ന് പോണത് മല ഇതല്ല, ആ ഒരു ഇതുണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ അവർ അങ്ങോട്ടാ പോണത്. എടാ ശരിക്കും നമ്മളേ റോങ് സൈഡിൽ വന്നു. ഒരുപാട് സ്പീഡ് നടക്കണ്ടാ. ഇത് ഒരുമാതിരി എന്ത് ഇക്കാറ്റത് നടക്കാതെ അടുത്ത സ്പോട്ട് പോകാൻ പറ്റാട്ടോ. കാടും മലയും താണ്ടി കഥാ പോകുന്നു. കാട്ടുവാസി കാടും മലയൊക്കെ താണ്ടിട്ടാ അന്ത താഴത്തേക്ക് എടുത്ത രണ്ട് പോക്കല്ലേ മുഴ ഉണ്ടാവും. എവിടെ അത് നോക്കാം. ഇവിടെ ഇല്ലടി ചില അങ്ങനത്തെ ലൊക്കേഷൻസിലില്ലേ ഒരു പറഞ്ഞ ടെലിസ്കോപ്പ് വെച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളൊന്നും കാണാനില്ല. ചില ഏരിയയിലൊക്കെ ഉണ്ട്. അതാ മറ്റേ പാറ്റോലത്തെ സാധനം കുളിക്കാത്തോണ്ട് പോയില്ലേ? പോയി അതാ എവിടെ പോയി അതോ ഇന്റെ തലക്ക് വരില്ല. ഇവിടെ സമയം കളഞ്ഞിട്ട് എന്താ കാര്യം? അവിടെ വേറെ നൈസ് വ്യൂ ഉണ്ടാവും.
നമുക്ക് സത്യം പറഞ്ഞല്ലേ പോയ എനിക്ക് ഇത് കണ്ടിട്ട് ഒരു സിംഹം കടന്നുറങ്ങണ പോലെ എനിക്ക് തോന്നുന്നു. കാലിവിടെ അതിന്റെ ഇതാണ് കഥാകൃത്ത് അനസ്. അനസ ഒന്ന് ഇങ്ങോട്ട് നോക്കാം. അനസ ഇങ്ങോട്ട് നോക്കാം. ആ കഥാകൃത്തിന് അതാണ് അവൻ. അവനാണ് അത് സിംഹം അത്ര. അത് ഇത് സത്യമാണല്ലേ, എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും ഓരോന്ന് കാണുമ്പോൾ. എടാ നമുക്ക് തിരിച്ചാലോ? ഹലനെ ഇവിടെ കാണുമാനില്ല. ഞാൻ അവളെ അറിയാണ്ട് എടുത്തിട്ട് വന്നാണ്. ആവശ്യങ്ങൾ വരും. കാരണം ഇക്കല്ലേ കുളിക്കാത്തോണ്ട് ഇക്കാനെ തലയിൽ നോക്കി എന്താണ് കുളിക്കാത്തോണ്ട് പറയുന്നത് ഡെയിലി കുളിച്ചിട്ട് ഇന്നലെ നോക്ക് തലന്റെ മേലെ ഫുള്ള് മറ്റേ പാട്ടുള്ള മറ്റേ പടത്തോൻ ഇങ്ങനെ അനുഗ്രഹം തിരിഞ്ഞിരുന്നു. മാലാക്കന്മാരനെ പോലെ അങ്ങനെ നമ്മള് ഫസ്റ്റ് ലൊക്കേഷൻ തിരിച്ചു പോകുന്നത്. ഏകദേശം ഇവിടുത്തെ എല്ലാം നമ്മള് കണ്ടു. അത്യാവശ്യം കുറച്ചാണ് കാണാനുള്ളൂ. ഇനി അടുത്തൊരു ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഇതെന്തിനാ സിനി ബാഗ് തൂക്കി നടക്കണേ എല്ലാ സമയത്തും? ശരിയല്ലേ, പവർ ബാഗ് അതിനുള്ള വെച്ചിരിക്കണല്ലേ? നോക്കി ഇറങ്ങിട്ടാ. നിക്ക് നല്ല ഞങ്ങൾ കൈയൊക്കെ പിടിച്ചിട്ടാണ് ഇങ്ങനെ ഇറങ്ങുള്ളൂ. കൈയൊന്നും വിടില്ല. ബുദ്ധിയില്ലാത്ത കുട്ടിയാണ്. ഏത് നിമിഷവും അതെ അഭിനയിച്ച് തള്ളണം എൻ്റെ ലൈഫ. രണ്ടെണ്ണം എടുക്കും എനിക്കും വേണം. ഈ കല്ല് ഇത് എത്ര ദൂരത്തിലെത്തുന്ന കാണിച്ചാൽ എവിടെ കല്ല് കാണാനില്ല. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ മെയിൻ ഫോട്ടോഗ്രാഫർ അനസ്. ഇവിടെ ഏതാ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന അനന്ത്. ലൈറ്റിങ് അവിടെ നിന്നായതുകൊണ്ട് ഭയങ്കര ഇരുന്നിട്ടാണ് കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കണം അനസിൻ്റെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട്. നോക്കട്ടെ എത്ര നല്ല പിക്ചറാണ് എടുത്തിട്ടുണ്ട് നോക്കട്ടെ. നമ്മളപ്പോൾ അടുത്ത വീഡിയോ വീഡിയോ എടുക്കുന്നോണ്ട് ഇങ്ങനൊക്കെ ഒരു ഉപകാരമുണ്ട്. ഉണ്ടോ എന്തൊക്കെയാ വിശക്കണേ. നമ്മളിപ്പോൾ വന്ന ബാക്കിയുള്ള ആൾക്കാരാണ് ഇപ്പോഴാണ് ഇവിടെ എത്തുന്നത്. ഏകദേശം എത്ര 20 മിനിറ്റിന് നേരമായി നമ്മൾ വെയിറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ 5 ടൺ ആഞ്ഞ് നടക്കണം. Oh my god. ചവിട്ടാണ്ട് ഉന്തിയാണ്ട് ഇടും. ഇതൊക്കെ ഞാൻ നടക്കും സൈഡിൽ കൂടെ. ഞങ്ങളുടെ വല്ല ഷെല്ലൊന്ന് കാണാൻ ഇപ്പൊ ഇറക്കിക്കൊണ്ടായിരിച്ചു. ഒന്നും കണ്ടില്ല. കുറെ കറുത്ത കല്ലുകൾ കാണാം. ആ നാട്ടിലുണ്ട് കല്ല്. ഞാൻ ഷെല്ലുണ്ടെങ്കിൽ എടുത്തോളൂ ആവശ്യം. മറ്റേ ഈവനിങ് ടൈമിലൊക്കെ ഇങ്ങനെ നിൽക്കാല്ലേ, നല്ല രസമായിരിക്കും. മറ്റേ എന്താ പറയുക, കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ മാക്സിമം ഇങ്ങനെ ഒഴിവാനുള്ളൊരു ഇടയ്ക്കൊക്കെ ട്രിപ്പ് പോകണം. അന്നൊക്കെ ഒരു വയസ്സായ കപ്പീസായിട്ട് പറഞ്ഞു അവരിനെക്കാട്ടി ആരോഗ്യമില്ലാത്തൊരു മനുഷ്യൻ പുറത്തൊക്കെ മൂടിയിട്ട് നടക്കുന്നത്. അധികം തുഞ്ചത്ത് പോണ്ടാണ് എങ്ങോട്ടാ ഇറങ്ങാൻ വേണ്ടിട്ട്? അങ്ങോട്ട് നിന്ന് ഇറങ്ങണ്ട. അതേ അവിടെയൊക്കെ വഴുക്കാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടി വെച്ചായിരിക്കും. ഇങ്ങോട്ട് കറുപ്പിനാണ് 7 അടക്കണം. ഇതൊന്നും സൗണ്ട് വരില്ല കേട്ടോ. എങ്ങനെയാണ്
സ്റ്റോൺ ഞാൻ എടുക്കട്ടെ. ഇവിടുന്ന് ഒരു സ്റ്റോണ് കിട്ടിയിട്ടുണ്ട്. ഇതെന്താ ഐ ലവ് യു. ഇത് വേറെ ആരുടെ അടി? ഞാൻ എടുക്കട്ടെ. നമുക്ക് വേണ്ട. ഇഷ്ടമായി. നമ്മൾ ഇവിടുത്തെ വ്യൂസൊക്കെ കണ്ട് തിരിച്ചോണ്ട് പോകണം. നല്ല തണുപ്പുണ്ട്. ആകെ തണുത്തിട്ട് സീനൊക്കെ ഫ്രീസ്. അതെ, പിന്നെ ഇനി അടുത്തൊരു വ്യൂ കാണാൻ വേണ്ടി പോകണം. ലൈറ്റിങ്ങും കുറഞ്ഞു തുടങ്ങി. എന്തായാലും നമുക്ക് പോയി നോക്കാം. It's looking like a wow, just like a wow. അല്ലെങ്കിൽ കയറി ഇവിടെ ഇങ്ങോട്ട് ആ ചർച്ചല്ലടാ അത്. ഇവിടെ നമ്മൾ ഉണ്ടായ ചർച്ചല്ലേ ആ മലയുടെ മേളിലുള്ള. നമ്മളിപ്പോ നടക്കാതെ കയറില്ലേ. പിന്നെ ഇവിടെ നിന്ന് കയറാം. അവിടെ കടല. അത് കടലായിക്കോട്ടെ, ഞങ്ങൾ കടലാണ്. നമ്മളങ്ങനെ ടിന്നാങ്കിൾ കാസ്റ്റലിന്റെ കാർ പാർക്കിൽ കാർ പാർക്ക് ചെയ്ത് ഇവിടുന്ന് കോർണിഷ് പാസ്ത വന്നിട്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡ് ഐറ്റം ഉണ്ട്. അത് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ കാസ്റ്റലിലോട്ട് ഒരുപാട് നടക്കാനുണ്ട്. അങ്ങനെ നടക്കും വേണം. പുറകിലുള്ള വണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. വണ്ടി ഇതപ്പോൾ എത്തും തോന്നുന്നുണ്ട്. നമ്മൾ വന്ന സമയം കുറച്ച് ലേറ്റായി തോന്നുന്നില്ലേ? കാരണം ഷോപ്പുകളൊക്കെ ഏകദേശം ക്ലോസ് ചെയ്തു. ഒന്നും അങ്ങനെ കാണാനൊന്നുമില്ല. വണ്ടി എത്തി, നമ്മുടെ വണ്ടി എത്തി. നമ്മളൊക്കെ അവിടെ വിശന്ന് നിൽക്കുക. ഇവര് നൈസായിട്ട് നമ്മളെ കൂട്ടാണ്ട് പോയിട്ട് ബിരിയാണി ഒക്കെ വാങ്ങി നിൽക്കുക. എവിടെ ഇതാണ്ടോ? ഓക്കെ ഓക്കെ, താങ്ക് യു. ഒന്നിങ്ങോട്ട് വളരെ ഉപകാരം. തണുപ്പ് ലേശം കൂടി ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണം ഇറങ്ങാൻ. ശ്രീദേവിൻ്റെ ഇത് കടമായി ചോദിക്കേണ്ടിരുന്നായിരുന്നു. ചെറിയ വിശപ്പില് സിനു വാക്കേഴ്സും കഴിച്ച് ബാക്കി എല്ലാവരും പാടെ അങ്ങനെ നടക്കുന്നുണ്ട്. ഒരുപാട് ദൂരം നടക്കാനൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ പോയി കാണാനൊക്കെ ഉണ്ട്. അത്യാവശ്യം വ്യൂയിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. ഒരു വ്യൂ പറയുന്ന ഒരു കാസ്റ്റിലാണ്. പക്ഷെ നമ്മൾ എത്താൻ ലേറ്റ് ആയതുകൊണ്ട് കാസ്റ്റിൽ കാണാൻ കഴിയുന്നുണ്ടാവില്ല. അത് ക്ലോസ്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. നോക്കി നോക്കാം. അങ്ങനെയുണ്ട് മോനെ, കൈ പൊന്തണ്ടേ. എന്താ ഐസ്ക്രീം റോൾസ് ഫഡ്ജ് പാൻറ്. ഓ ക്ലോസിലാണ്. സമയം എത്ര മണി? 4 മണിയല്ലേ? സിനുവിന് പേസ്ട്രീസ് വാങ്ങാൻ എന്തൊക്കെയാ ഇതിലുള്ളത്? പേസ്ട്രീസ് എന്തൊക്കെയുള്ളത്? അങ്ങനെയൊന്നും ലാമ്പ് സ്റ്റീവ് ഫേമസ് പേസ്ട്രീസ്. ആണ് കോർണിഷ് പാസ്ത കേട്ടോ. കഷ്ടപ്പെട്ട് തോന്നുന്നു. കാര്യമില്ല, വെറുതെ ഒരു ടേസ്റ്റും ഇല്ല. ഇംഗ്ലീഷുകാരെ പേസ്റ്റ് സാധനം. ഓ അതാ കടലും. നല്ല വിഷമോണ്ട് കഴിച്ചാണ് ഈ സാധനം. അല്ലെങ്കിൽ വായിലേക്കും കൂടില്ല.
ഇത് കുറച്ച് മറ്റേ മുളക് പൊടി കിട്ടൂടല്ലേ? കുറച്ച് മസാല പേര് മാത്രമേ കഴിച്ചു. എന്ത് ഞാൻ കുറച്ച് കളഞ്ഞു. ഇങ്ങോട്ട് ബാക്കിൽ കിടക്കണ്ടേ, കാരണം അത് കുത്തും. ഐഫ കഴിയുമ്പോ ടിൻറ്റുമോൻ KB ആവും. ലൈഫ ദുർഘടം പിടിച്ച പാതയിലൂടെ നടന്നു നമ്മൾ നീങ്ങി. ഇടുങ്ങിയ വഴിയിലൂടെ നോക്കിയോട്ടാ. കൈ പോക്കറ്റിന് ഇതിനുള്ളിൽ കിടക്കും. അത് നോക്കാം പാല. ഈ മണ്ടന്മാര് ചുറ്റിക്കൊണ്ടു. മുന്നു വന്ന അങ്കിത്തെ ഇങ്ങോട്ട് നോക്ക. അങ്കിത്തെ ഇവരാണ് അങ്കിത്ത്. ഇവരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വന്ന ടീമാണ്. എന്നിട്ട് ആ വീട് നമ്മളെ വഴിതിരിച്ച്. സിനോ സിനോ ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്ക്. ഇത് തുപ്പും. അൽപ്പാക്ക തുപ്പുക, മനസ്സിലായില്ലേ? അത് അങ്ങോട്ട് ഓടി. അവിടെ ഒരു കേവ് ഉണ്ടടി. അതാ അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ട, ചെറിയ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട്. കൂടെ ഇതാണ് കാസിൻ്റെ ഇത് കണ്ട. സിനോ എന്റെ മോനെ ഇതെന്തത്? ഞാൻ ഇറങ്ങണ പോലെ ഇറങ്ങിക്കോ, അതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതെന്താ വേറെ വഴിയാണല്ലോ? അവൻ എന്താ കാട്ടിന് വെള്ളം കുടിക്കുക? ഇതേതാ വഴി? എടാ അല്ല, ഇതേതാ വഴി? ഓ
ആ സ്റ്റെപ്പ് നടന്നോ, ഇതുകൂടെ ഇറങ്ങിക്കോ. പോളായിരിക്കും. ഇത് ട്രാവൽ ഡോക്യുമെന്റ് അറ്റൻഡ് ചെയ്തിട്ട് കുറച്ച് അവിടെ ആയിട്ടാ മാവുണ്ട്. അല്ല പോട്ടെ. ഇതല്ല ഗ്ലോയിങ് സ്റ്റോൺ ഉണ്ട് ഇതല്ല. ഒരാളെ കുളിപ്പിച്ചു. വെള്ളത്തിൽ കൊണ്ടിട്ട് ഇഷ്ടമില്ല. വെള്ളമൊക്കെ വെള്ളമായി. ഓൾതൊക്കെ തന്നെ. ആ കുളിച്ചോണ്ട് പോര്. ഞാൻ നനഞ്ഞു ഗൈസ്, ഞാൻ നനഞ്ഞേ. എന്റെ ഷൂ നനഞ്ഞേ. ഞാൻ നല്ലപോലെ നിൽക്കല്ലേനിയോ. എന്റെ ഷൂക്ക് ഷൂട്ട് നനയാൻ പോകുമ്പോ അതാ പറ്റിച്ച്. അയ്യോ എന്താണ് കൊഴിഞ്ഞു, നനഞ്ഞു കുളിച്ചു. അതെ, എന്താ വെച്ചാലേ ഷൂ രണ്ടും വെള്ളത്തിലാണ്, പിന്നെ ജീൻസിന്റെ പകുതി വെള്ളത്തിലാണ്. അതൊക്കെ ആയിട്ട് എല്ലാം കൂടെ ആയിട്ട് എൻ്റെ വെയിറ്റും ജീൻസിന്റെ വെയിറ്റും ഷൂവിന്റെ വെയിറ്റും ഇതൊക്കെ പിടിച്ച് നടക്കണ്ട ഈ കയറ്റും പറ്റില്ല. എല്ലാത്തിനും കാരണം നീ ഈ കാരണം ഞാൻ നനഞ്ഞു. അതെ, എൻ്റെ ഞാൻ വെള്ളച്ചാട്ടത്തിൽ ഓടിയപ്പോ എന്റെ പിന്നാലെ ഓടി വന്നിട്ട് ഞാൻ ഇതെന്താ എന്റെ മോത്തേക്ക് വിളിക്കും. ഇന്ന് 2 ലൊക്കേഷനെ കാണാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ക്ലൈമറ്റിൻ്റെതും അതുപോലെ തന്നെ ലൈറ്റിങ്ങും എല്ലാം കൂടെ ബുദ്ധിമുട്ടായി. നേരത്തെ നമ്മൾ കഴിച്ച കോൺസ് പേസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് ആ ഒരു വിഷയം അങ്ങനെ കഴിച്ചു. ഇനിയിപ്പോൾ എന്തായാലും പോണ വഴിക്ക് നല്ല കേരള സ്റ്റൈലിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കണം. അത് കഴിച്ചിട്ട് വേണമെങ്കിൽ
ശ്രീദേവി സെഞ്ചൊക്കെ നിറച്ച് പോവാ ശ്രീദേവി. എന്തൊക്കെ കൊണ്ടോണ്ട് ഇതെന്തൊക്കെയാ കൊണ്ടോണ്? സത്യം പറ, ഇവിടുന്ന് എന്തൊക്കെയാണ് അടിച്ചു മാറ്റിയത്? ശ്രീദേവിനെ എനിക്കറിയാം നീ അത് എടുത്തിട്ടുണ്ടാവുന്നു. അവിടുന്ന് മറ്റേ ഫ്രിഡ്ജ് മാഗ്നറ്റൊക്കെ ശ്രീദേവി എടുത്തിട്ട് പോയിട്ടാ. അല്ലല്ല, ശ്രീദേവി എടുത്തതാ. നിന്റെ മാഗ്നറ്റൊക്കെ അവിടെ ഉണ്ടാവും നോക്കിയോ. ശ്രീദേവി എല്ലാം എടുത്തുക്കണോ? ഒക്കെ ശ്രദ്ധിക്കണം നിങ്ങള്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാ നോക്കടാ. ശരി, ബൈ ബൈ.